ഈ കമ്മിറ്റി രൂപീകരിക്കുകയും അവിടെ വന്ന് കുറച്ച് നടികൾ പരാതിപ്പെടുകയും ഒക്കെ ചെയ്തത് എന്തിനാണ് എന്ന് മനസ്സിലാവാത്ത പോലെ ആണിപ്പോൾ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവരിടപെടുന്നത്. അതേ വെറുതെ ഒരു ചുമ്മാ വന്ന് പറഞ്ഞിട്ട് പോ എന്ന് പറഞ്ഞപ്പോഴാണോ ഈ നടികൾ വന്നത്? ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടായി കാണത്തില്ലേ? ഇല്ലെങ്കിൽ അവരാരെങ്കിലും വന്ന് ഇങ്ങനെ റിപ്പോർട്ട് വെറുതെ പ്രിൻ്റ് എടുത്ത് പുറത്തെടുക്ക് പബ്ലിഷ് ചെയ്യും, അത്രയേ ഉള്ളെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും വന്ന് ഇങ്ങനെ പരാതിപ്പെടുമോ? അപ്പോൾ ഇതിൽ പരാതിപ്പെട്ടവർ എന്ന് പറയുന്ന ആളുകൾക്കുണ്ടായ ബുദ്ധിമുട്ട് അതെന്താ? ഇത്രയും ദിവസമായിട്ടും നടപടികളൊന്നുമില്ല. പരാതിപ്പെട്ടവരെ വീണ്ടും വീണ്ടും പരാതിപ്പെടണമെന്ന് ആവശ്യപ്പെടുക, ഇങ്ങനെയൊക്കെ ആകുമെന്ന് വിചാരിച്ചാണോ ഈ പറഞ്ഞ നടികൾ ഈ വക കാര്യങ്ങളൊക്കെ വന്ന് ഇവരോട് പറഞ്ഞത്? അല്ല, അതൊന്ന് ചിന്തിക്കണ്ടേത്? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും വന്നങ്ങ് പരാതിപ്പെടുവോ? ചുമ്മാ വെറുതെ ഇത് ചുമ്മാ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാം, അത്രയൊക്കെ പറ്റത്തുള്ളൂ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ നടികളോട്? അവരെന്തിനാണ് വന്ന് പറഞ്ഞത്? എന്താണ് അവർ ചോദിക്കുന്നത്? ഇത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പരാതിപ്പെട്ടാലേ കാര്യമുള്ളൂ എന്ന് അന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണോ ഇത് വിചാരിച്ചത് എല്ലാവരും? ഞാൻ പറഞ്ഞ് പരാതിപ്പെട്ടവർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ശരിയാ അതും ഇതുമൊക്കെ പറയാം, അന്വേഷിക്കും എന്നെങ്കിലും പറഞ്ഞു കാണും. അല്ലെങ്കിൽ ആരെ ഇങ്ങനെ വന്ന് അവർക്ക് വല്ല ഫേസ്ബുക്കിൽ വല്ലതും പോസ്റ്റ് ഇട്ടാൽ പോരാന്നോ? അത്രയ്ക്ക് ഉത്തരവാദിത്തം ഇല്ലാത്തൊരു പരിപാടിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവർക്ക് ഒന്നും പരാതിപ്പെടത്തില്ല. പണ്ട് ഷൈനികത്തിനെ വിലക്കിയ അമ്മയൊക്കെ ഉണ്ട് ഇവിടെ. പ്രൊഡ്യൂസർമാർക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്, പ്രൊഡ്യൂസർമാർക്കൊന്നും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടില്ലാത്തത് കൊണ്ടാണോ ഈ പറഞ്ഞ പലരും വന്ന് എന്താ പറയണ്ട അവരെ ഉപദ്രവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറയുമ്പോൾ വിലക്കാത്തത് എന്താ? ആരെയും വിലക്കുന്നില്ല. അതിനിയും പഠിക്കണം, കുറേയേറെ പഠിക്കാനുണ്ട്, 100 വട്ടം ആലോചിക്കും. പിന്നെന്താ പാട്ടും ഡാൻസും കൂത്തും ഒക്കെ ആയതുകൊണ്ട് സമയം കിട്ടിയില്ല. എന്തൊക്കെ മൊടന്തൻ പരിപാടികളാണ് ഇവർക്ക് അവതരിപ്പിക്കുന്നത്? എന്തിനായിരിക്കും അല്ലേ പിന്നെ ഇങ്ങനെ ഒരു ആരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാനില്ലെങ്കിൽ ഇവരിങ്ങനെയാണോ ചെയ്യുന്നത്? ഷൈനകത്തിൻ്റെ കേസ് വരുമ്പോൾ ഇടപെടുന്ന രീതിയിലല്ല, അല്ലെങ്കിൽ റൈൻ ഡാൻസൊക്കെ എന്തെങ്കിലും കാണിക്കുമ്പോൾ ഇടപെടുന്ന രീതിയിലല്ല. പീഡിപ്പിച്ചാൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ പൊതുവായ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടോ? കഥകെ മുട്ടി കഥകെ ചവിട്ടി ഇങ്ങനെയുള്ള എന്താ പറയുക കോമാളിത്തരങ്ങൾ ഓരോ ദിവസവും ചാനലിൽ കാണുന്ന ഈ കോമാളിത്തരങ്ങൾ ഈ പരാതിപ്പെട്ടവർ ആരെങ്കിലും അവരുടെ സ്വപ്നത്തിനെങ്കിലും വിചാരിച്ച് കാണുമോ? അവരാരെ വിശ്വസിച്ചായിരിക്കും ഇത് ചെയ്തത്? കോടതിയിലും നിയമവ്യവസ്ഥയിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവില്ല. കോടതിയിലും ഇവിടുത്തെ നിയമവ്യവസ്ഥയിലും പോലീസിലൊക്കെ എല്ലാവർക്കും വിശ്വാസമുണ്ട്. പക്ഷേ ഇതിലിടപെടുന്ന ചില ആളുകളോട് അല്ലെങ്കിൽ ഇത് ഈ കണ്ട സംഭവത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഈ ചെയ്ത പ്രവൃത്തി ശരിയല്ല എന്ന് പറയുമ്പോൾ അവർ പട്ടാളത്തെ മുഴുവൻ അപമാനിച്ചു, അല്ലെങ്കിൽ നിയമത്തിൽ ഇയാൾക്ക് വിശ്വാസമില്ല എന്ന രീതിയിൽ വാർത്തകൾ വരെ വളച്ചൊടിച്ച് വിടുന്ന പരിപാടികളൊക്കെ ഇവിടെ കാണാറുണ്ട്. ഇവർക്കപ്പോൾ എന്തിനോടാണ് വിശ്വാസം ഉള്ളത്? ആരെയാണ് വിശ്വസിക്കുന്നത്? അങ്ങനെ ഒരാളുണ്ടോ? വ്യവസ്ഥയും ഈ പറഞ്ഞ പോലെ ജുഡീഷ്യറിയൊക്കെ ശരിയാണ്, പക്ഷേ ഇതിൽ ആരാണ് തെറ്റ് ആരാണ് ശരിയെന്ന് അറിയാത്തത് കൊണ്ടല്ലേ ഇപ്പോൾ ഇവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായത്? ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ചാലൊന്നും അല്ല, അവരൊക്കെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ പരാതി പറഞ്ഞിട്ടുള്ളത്. അവിടെ ഇവിടെയും പോയിരുന്ന് ചുമ്മാ പറഞ്ഞതുമല്ല. പലരും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് ഞാൻ പീഡനം അനുഭവിച്ചു. ആ പറഞ്ഞ സ്ത്രീകൾ ഈ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മുന്നേയും മീഡിയയിലെല്ലാം ഇരുന്ന് സംസാരിച്ചിട്ടുള്ള പല നടികളുമുണ്ട്. അന്ന് അവരിതുപോലെ പലരും പേര് പറയത്തില്ല, കേസ് കൊടുക്കത്തില്ല എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അതുപോലെ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ഇതേ ആളുകൾ തന്നെയാണോ വന്ന് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആരെ പറ്റിയാണ് പറഞ്ഞതെന്നുള്ളതിൻ്റെ അന്വേഷണം മതി, അല്ലാതെ ഇത് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇരകളുടെ എന്താണേലും ഒരിടത്തും ഡീറ്റെയിൽസ് ആർക്കും കിട്ടരുത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ ആരുടെ പ്രൈവസിയാണ്, ആരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണിത്? ഈ പറഞ്ഞ സംഘടന എല്ലാവരും കൂടെ കിടന്നുകൊണ്ട് ഈ ഡാൻസും കൂത്തും കളിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കേ. ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇതൊക്കെ സ്ത്രീത്വത്തെ മൊത്തത്തിൽ അപമാനിക്കുന്ന പരിപാടികളാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനകത്തല്ല പ്രശ്നം, ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന വാക്കുകളിലല്ല പ്രശ്നം.
ഇവിടെ ഇത്രയേറെ ആളുകൾ പ്രവർത്തിക്കുന്നതിലാണ്, ഓരോരുത്തർ ചെയ്ത കാര്യങ്ങളാണ്. ഒരു ജോലി സംബന്ധമായ പ്രശ്നമാണ്, തൊഴിലിടത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നത്തെ പറ്റിയാണ്. മനസ്സിലായോ? ഇവരുടെ പ്രൊട്ടക്ഷൻ, ഇവരുടെ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഇതാണോ പെണ്ണോ ആയിക്കോട്ടെ, ഇതൊക്കെ ആരാ ഗ്യാരണ്ടി കൊടുക്കുന്നത്? നിങ്ങൾ പീഡിപ്പിക്കപ്പെടില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന ഒരു ഗ്യാരണ്ടി, മുടിക്ക ഗ്യാരണ്ടി. ആരെ വിശ്വസിച്ചാണ് ഇവരെല്ലാം ഈ പറഞ്ഞ മനുഷ്യർക്ക് ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നത്? നിയമസംരക്ഷണം ലഭിക്കുമെന്ന് ഉറപ്പുള്ള, ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെയൊരു പരാതി ഉണ്ടായാൽ എടുക്കുന്ന സ്ഥിരം നടപടികൾ, ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇനി ആരും പരാതിപ്പെടരുത് എന്നാണ് ഈ പറഞ്ഞ മെസ്സേജ്. ഇതിൻ്റെ ടോട്ടലി നമ്മളെടുത്ത് മനസ്സിലാക്കുവാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഇങ്ങനെ നടന്നാൽ ഇവർ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകളുടെതിരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ കണ്ടില്ലേ, യൂട്യൂബറൊക്കെ ചവിട്ടിപ്പൊളിക്കുകയും ഊർജിതമായ അന്വേഷണം നടത്തുകയും കള്ളവാർത്തകൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പോലീസിനെയും മാധ്യമങ്ങളെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ സംഘടനയുടെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരുടെയൊക്കെ പരിപാടികൾ നേരത്തെ കണ്ടതല്ലേ. അവിടെ ഒന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇപ്പം ഇവർ ഈ പറഞ്ഞ ആളുകൾ കാണുന്നത്? ഈ പല കേസുകളുടെയും സിവിയറിറ്റി എടുത്ത് നോക്കുക. വളി ഒരു ഭയങ്കര സിവിയർ പ്രശ്നമാണ്. എന്തെങ്കിലും അഭിപ്രായം പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു മയിര് കണ്ടാൽ അത് ഭയങ്കര പ്രശ്നമാണ്. ഇത് കേരളത്തിൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ചെയ്തെന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നത് അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളല്ല. ഇത് പ്രതീക്ഷിച്ചാണ് അവരെല്ലാവരും ഈ പരാതികൾ പറഞ്ഞ് ബോധിപ്പിച്ചിരിക്കുന്നത്. അവരുടെ പ്രതീക്ഷ എന്താണ്? അവരോട് ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞിരുന്നത്? ചുമ്മാ നമുക്ക് ഇങ്ങനെ കഥയൊക്കെ എഴുതുന്ന പോലെ ഒരു പേപ്പറൊക്കെ എഴുതി അങ്ങോട്ട് പബ്ലിഷ് ചെയ്ത് വിട്ടാൽ അത്രയൊക്കെ മതി എന്നൊക്കെയാണോ അവർ വിചാരിച്ചിരുന്നത്? അല്ലല്ലോ. ഇപ്പം ഇവിടെ നടക്കുന്നതാണ് അനീതി. നീതി നിഷേധിക്കുക എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ ഒരു വിഷയം സംബന്ധിച്ച് ഇതിലൊരു ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവരെ പോലെ പെരുമാറുന്നവരോട് അവർക്കെതിരെ നടപടി എടുക്കണം. ആരായാലും ആർക്കെതിരെ നടപടി എടുക്കണമെന്ന് ഇവിടെയൊക്കെ ഏതെങ്കിലും യൂട്യൂബർമാർ എവിടെ ഇരുന്ന് പറയുന്നതൊക്കെ പോയി അതിനൊക്കെ പരാതി എടുക്കുമോ? ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അവരുടെ ഉത്തരവാദിത്തം എന്താണെന്ന് അറിയത്തില്ലേ? ഇവർക്ക് എന്തിനാ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ഏറ്റെടുത്ത് നിൽക്കുന്നത്? അവർക്കും ഭയമുള്ള ആളുകൾ, രാഷ്ട്രീയക്കാർക്ക് ഭയം, പോലീസിന് ഭയം, കോടതിക്ക് ഭയം. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആ പറഞ്ഞ പരാതി കൊടുത്തവരെങ്കിലും അങ്ങനെ വിചാരിക്കത്തില്ലേ? എന്നിട്ട് ചോദിച്ചാൽ പറയുന്നത് അവർക്ക് വിശ്വാസമില്ല, ഇവർക്ക് വിശ്വാസമില്ല, എന്നാണ്ട് അവിടെ ഇവിടെ ഇരുന്ന് ഓരോരുത്തർ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യുക. ആരെ വിശ്വസിക്കുന്നേ? ഇവിടെ ആരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നുള്ള ചുമ്മാ ഓരോ കമ്മിറ്റി ഉണ്ടാക്കുക. ഇതാണ് ഇവിടെ കാണുന്നത്. ഇത്രയും ദിവസമായെന്ന് ഓർത്തോണം പരാതികൾ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് അവരുടെ പരാതികൾ പബ്ലിക്കിൽ മീഡിയയിൽ അറിയിച്ചിട്ടുണ്ട്. അതൊന്നും പോരാത്തതിന് ഈ പറഞ്ഞ പോലെ കമ്മിറ്റി മുമ്പാകെ വന്ന് അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അവർ പറഞ്ഞു കാണത്തില്ല. അല്ല ചുമ്മാ ഇങ്ങനെ മറ്റേ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അല്ലല്ലോ പറഞ്ഞത്, അല്ലേ? ടിങ്കിളിങ് സ്റ്റാർസ്, മൂൺസ്, അങ്ങനെയൊക്കെ അതൊക്കെയാണോ നിങ്ങൾ കണ്ടത് അതിനകത്ത്? എത്ര ഗുരുതരമായ പ്രശ്നമാണത്. ഈ കേരളത്തിലുള്ള സകല സ്ത്രീകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫീമെയിൽസ് ആയിട്ടുള്ള മുഴുവൻ ആൾക്കാരും അനുഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി സിനിമാ മേഖല മാത്രമല്ല, പല മേഖലകളിൽ ഇതുപോലത്തെ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ പഠിക്കാനും അതിനെന്തെങ്കിലും നടപടി എടുക്കാനും വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വിട്ട് കഴിയുമ്പോഴും ഈ ഉത്തരവാദിത്തപ്പെട്ട ഇതിൽ നടപടി എടുക്കേണ്ട ആളുകൾ, മറ്റ് പല സ്ഥലങ്ങളിലും ഭയങ്കരമായ നടപടികൾ എടുത്തിട്ടുള്ള ആളുകൾ, ആർക്കും ഇതിലൊന്നും വലിയ നമ്മളൊക്കെ എന്തിനാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് വിചാരിച്ചത്, അല്ലേ? നമ്മൾ ജോലി ചെയ്യുന്നത് എന്തിനാണ്? കുറച്ച് കാശുണ്ടാക്കാനും സുഖമായി ജീവിക്കാനും. അതിപ്പോൾ എങ്ങനെയാലും. പിന്നെ ഈ പറയുന്ന പോലെ പ്രമുഖൻ, സാധാരണക്കാരനാണ് പേര്, അഡ്രസ്സ്, ഫോട്ടോ, ഇതെല്ലാം എല്ലാവർക്കും കാണാനും അത് വെച്ച് ആഘോഷിക്കാനും ഒക്കെ പറ്റും. പക്ഷെ ഇവിടെ അതൊന്നും പറ്റത്തില്ല. പ്രമുഖൻ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചത്? പ്രമുഖൻ എന്തുമാവാം.
അതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിനകത്ത്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് അനുഭവിച്ച പല നടപടികളിലും ഞാൻ കണ്ടത് ഇതാണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ സ്ത്രീകളും ഇപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ മറ്റ് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടവരുണ്ട് ഇതേ മേഖലയിൽ തന്നെ പല തരത്തിലുള്ള ചൂഷണങ്ങളിൽ, അതുപോലെ തന്നെ അടിച്ചമർത്തൽ, അവസരം ഇല്ലാണ്ടാക്കൽ. ഒരുപാട് നടികളുണ്ടെന്ന് ഇവരിപ്പോഴും പല നടികളുടെ പേരൊന്നും വന്നില്ല. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇവിടെയുള്ള പല ആളുകളുടെയും സമീപനം അല്ലെങ്കിൽ മറ്റ് പല പരിപാടികളും പറ്റാതെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ട് തമിഴിൽ പോയ നടികളുടെ എണ്ണം എടുക്കുക, അഭിനയം നിർത്തിപ്പോയ പെണ്ണുങ്ങളുടെ എണ്ണം എടുക്കുക. അവർ പറയും ആര് കാരണമാണ് ഇതൊക്കെ നടന്നതെന്ന്. പ്രമുഖ നടികളുമാണ്. ഇവരൊക്കെ ഒരു പരാതിയായിട്ട് വരാത്തതെന്ന് അല്ലെങ്കിൽ ഒന്നും വിളിച്ച് പറയാത്തതെന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് അനുഭവിച്ച് പീഡനം അല്ലെങ്കിൽ അന്ന് അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ മറന്നുപോയോ? എനിക്കറിയത്തില്ല. ഒത്തിരി പേരുണ്ടെന്നേ, എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയരുത് ആരൊക്കെയാന്ന്. ഫീൽഡ് ഔട്ടായ പലരും ഉണ്ട്, നല്ല നടികൾ ഫീൽഡ് ഔട്ടായി പോയിട്ടുണ്ട്. അവർക്ക് പിന്നീട് അവസരങ്ങൾ കിട്ടുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കഥകെ മുട്ടുമ്പോൾ അത് കേൾക്കാഞ്ഞത് കൊണ്ടായിരിക്കും എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ നല്ല അവസരങ്ങളൊക്കെ കിട്ടിയേനെ. എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ അതിൻ്റെ നാണക്കേട് ഗവൺമെൻറ്റിനും ജുഡീഷ്യറിക്കും പോലീസിനുമാണെന്നെങ്കിലും മനസ്സിലാക്കി അതിനകത്ത് ആ രീതിക്ക് ഇടപെടണ്ടേ. അല്ലാതെ അപ്പോഴും ഇരകളെ അടിച്ചമർത്താനും അല്ലെ അവർ പറഞ്ഞത് തെറ്റാണ് അതിലൊക്കെ ഇനിയും അന്വേഷണം വേണം, അവരിനിയും വന്ന് പറയണം. ഇതൊക്കെ ഒരു മനസ്സിലാവാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ എന്താ പറയുക ആരും ആയിക്കോട്ടെ അവർ അനുഭവിക്കുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. ഇവരൊക്കെ പറയുന്ന പോലെ ഞാനെന്തോ പറഞ്ഞപ്പോൾ ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായത് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ജീവിതത്തിൽ ഇങ്ങനെ പറയേണ്ടി വരുന്നത് ശരിക്കും ആ ട്രോമയിലൂടെ പോകുന്ന ഒരു സ്ത്രീക്കോ പുരുഷനോ ആർക്കാണുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും. വീണ്ടും ഇതെല്ലാം റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇതിപ്പോൾ നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യുന്ന ആരോടെങ്കിലും സൈക്കോളജിസ്റ്റിനോട് അവരോട് സംസാരിച്ചാൽ മനസ്സിലാവും. ഇത് വീണ്ടും വീണ്ടും പറയുമ്പോൾ അവർക്ക് ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അവരത് ആ ഓർമ്മകൾ വീണ്ടും തികട്ടി അത് വീണ്ടും കുറേ ദിവസം ഇരുന്ന് ആലോചിച്ച് പലതും അവർ മനഃപൂർവ്വം മറന്നിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും അതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരുന്നിടത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ശേഷിയൊന്നും ഇവിടെ ഉള്ളവർക്കില്ല. ഇനി വക കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ പോലും പാടില്ലെന്നുള്ളതാണ്. നമുക്കറിയാമെങ്കിൽ അത് വീണ്ടും അവർ ഓർമ്മിപ്പിക്കരുത്. അതൊക്കെ മറന്ന് ജീവിതത്തിൽ അത്രയും കാര്യങ്ങൾ ഓർക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നാണ് എവിടെ എല്ലാവരും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സൈക്കാട്രിക് അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള വിഷയങ്ങളുള്ള ആൾക്കാരോട് സൈക്കോളജിസ്റ്റ് ആവട്ടെ സൈക്കാട്രിസ്റ്റ് ആവട്ടെ അവരൊക്കെ എന്താണ് പറയുന്നതെന്ന് അറിയാത്തതുകൊണ്ടാണ്, എന്തിനാണ് പല മരുന്നുകൾ അവർ ഉപയോഗിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ടാണ്. വീണ്ടും വീണ്ടും ഇതിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നാൽ ഈ പറയുന്ന കൗൺസിലിങ്ങോ ട്രീറ്റ്മെൻറ്റോ ഒന്നും എന്താ പറയുക അതൊന്നൊരു ഫലം കാണത്തില്ല. അപ്പോൾ അത് മറക്കാനും ആ ഒരു ട്രോമയിൽ നിന്ന് ഇറങ്ങി വരാനും ഇവർ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വർക്കുകളാണ് ഓരോ ദിവസം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഇവർക്കാർക്കും അറിയത്തില്ലേ. എന്ത് ടൈപ്പ് ഇപ്പോൾ റേപ്പ് ആവട്ടെ അല്ലെങ്കിൽ ഹറാസ്മെൻ്റ് ആവട്ടെ ഇങ്ങനെയുള്ള വിക്ടിംസിനോട് എങ്ങനെയാണ് ഇടപെടേണ്ടതെന്നുള്ളത് കൂടെ മനസ്സിലാക്കണം. അവരെ വീണ്ടും 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 ഇങ്ങനെ പറയിക്കണം എന്ന് പറയുന്നിടത്ത് തീർത്തും എന്താ പറയണ്ടേ ഒരു മാനുഷിക പരിഗണന പോലും കൊടുക്കാൻ അറിവില്ലാത്തവരെ പോലെ എനിക്ക് തോന്നുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്തവന്മാരൊക്കെയാണ് ഇവിടെ കിടന്ന് സംസാരിക്കുന്നത്. ഒറ്റ പ്രാവശ്യം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് നിർത്തിയിട്ട് അതിൽ പിന്നീട് അവരെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊന്നും ചെയ്യാതിരിക്കണം. അതിനൊക്കെയാണ് ഈ പറയുന്ന ഈ ഹ്യൂമാനിറ്റി എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഇരകളെ വീണ്ടും വീണ്ടും പീഡിപ്പിച്ച് ആരോ പ്രമുഖനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ജോലി എടുക്കുക അല്ലെങ്കിൽ ഒരു ദിവസം അതിനുവേണ്ടി ഒരു കാര്യം സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് തീർത്തും മനുഷ്യത്വമില്ലാത്തൊരു മനുഷ്യനെ കൊണ്ടേ പറ്റത്തുള്ളൂ. മനുഷ്യത്വം ഇല്ലാത്തവരെ ആണ് നമ്മളിവിടെ മുഴുവനും കണ്ടത് ഇത്രയും ദിവസം. എന്തെങ്കിലും ചോദിക്കുമ്പോൾ തമാശ പോലെ കളയുക, വീണ്ടും ഇരുന്ന് ആലോചിക്കണമെന്ന് പറയുക. ഇവർക്ക് എന്താ അറിയാവുന്നത്? എന്തെങ്കിലും അറിയാവോ? എന്താ അറിയാവുന്നത്? അത് മനസ്സിലായില്ല. ഇവർക്കൊക്കെ എന്തോ അറിയാവുന്നത്, അവർ അറിയാവുന്ന കാര്യങ്ങളല്ലേ ഇവർ ചെയ്യുന്നത്. ഇവർക്ക് ഇതൊക്കെയാണ് അറിഞ്ഞത് ഇത്രയും കൊല്ലം. ഇതുപോലത്തെ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുത്ത് നടക്കുന്നവനൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയത്തില്ലേ. ഇതൊക്കെ നാണക്കേടാണ്. ഇതൊക്കെ പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം വീണ്ടും പോകണമെന്ന് ഇനിയും വീട്ടിൽ നിന്ന് ഇതും പറഞ്ഞ് രാവിലെ തെണ്ടിത്തിരിയണം. ഇവിടെ പറഞ്ഞതുപോലെ ഇനി പത്രത്തിൽ വീണ്ടും പറയുക. എന്താണ് ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ അതിന് മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കണം, അത് അറിയണം. വിവരവും ഇല്ല ബോധമില്ലാത്തവന്മാരൊക്കെ കൂടെ കിടന്ന് കളിക്കുക.